ശരിക്കും സോൾമേറ്റ്സ് തന്നെയാണ് കേട്ടോ. കോമയിൽ കിടക്കുന്ന നിന്നെ രക്ഷിക്കാൻ ഇവള് വരുന്നു, ഇവളെ രക്ഷിക്കാൻ കോമയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നീ വരുന്നു. നിങ്ങളുടെ പ്രണയത്തെപ്പറ്റി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഐ ആം ജസ്റ്റ് സ്പീച്ച്ലെസ്. അതിന് ഞാൻ കോമയിലായിരുന്നു എന്ന് ആര് പറഞ്ഞു? മിയ, നീ ഇരിക്കെ. ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് സംസാരിക്കാനുണ്ട്. അതുവരെ നീ നിന്ന് കാലുവേദനിക്കുന്നത് എന്തിനാ? അവിടെ ഇരിക്കെ. അല്ല, നമ്മൾ എന്തായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്? ഞാൻ കോമയിൽ നിന്ന് എണീറ്റ് വന്ന കാര്യം. ആക്ച്വലി ഞാൻ കോമയിലേ അല്ലായിരുന്നു. അത് ഞാനും പ്രശാന്തും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകം മാത്രം. എനിക്ക് തലയ്ക്ക് മുറിവേറ്റു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് അത്ര വലിയ മുറിവൊന്നും അല്ലായിരുന്നു. പിന്നെ കാലിന് പറ്റിയ ഇഞ്ചുറി, അത് കുറച്ച് സീരിയസ് ആയിരുന്നു. നേരെ നിൽക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് പ്രശാന്ത് പറഞ്ഞു. ഈ 2 മാസം ഞാൻ എൻ്റെ കാല് ശരിയാക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഇപ്പോൾ കാലിനൊരു കുഴപ്പവുമില്ല. അത് ചവിട്ട് കിട്ടിയപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ എന്തിനാണ് അങ്ങനെ അഭിനയിച്ചത് എന്നായിരിക്കും നീ ആലോചിക്കുന്നത്. നീയാണ് എൻ്റെ ശത്രു എന്ന് ഡയറക്റ്റായിട്ട് എനിക്ക് പപ്പയോട് പറയാൻ പറ്റത്തില്ല. നമ്മുടെ രണ്ടുപേരും ആദ്യം തൊട്ടേ നല്ല ടേംസിലല്ല എന്ന് പപ്പയ്ക്കറിയാം. അപ്പോ നിന്നെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും അവരും നന്നായപ്പോൾ നിന്നെ പുറത്താക്കാൻ നോക്കി എന്നായിരിക്കും പപ്പ കരുതുന്നത്. പിന്നെ പപ്പയെ ഇൻവോൾവ് ചെയ്യിക്കാതെ എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ നിന്നെ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടുപോയി. ശരിയാ, നിന്നോട് ഞാൻ സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ നിനക്ക് എപ്പോഴും ഒരു ജ്യേഷ്ഠനോടുള്ള ബഹുമാനവും സ്നേഹവും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാ നീ ഇത്രയും ചെറ്റത്തരമൊക്കെ കാണിച്ചിട്ടും ഞാൻ തിരിച്ചു ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ നീ ഇപ്പോൾ കാണിച്ച ഈ തോന്നിവാസം ഉണ്ടല്ലോ, ഇവളോട് ചെയ്തത്, ഇത് പുറത്തു തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ ഒരുപാട് തവണ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. ഇവളെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കരുതെന്ന്. ഇവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇവളെനിക്ക് എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന്, ഇവളെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ടും നീ ഇവളെ ദേഹത്ത് കൈവച്ചു. അത് ഞാൻ ക്ഷമിക്കില്ലടാ നായേ. അപ്പോ നീ എനിക്കെതിരെ തെളിവുണ്ടാക്കാനാണോ കോമയിൽ കിടന്നത്? അതെ, ഞാൻ നേരത്തെ തന്നെ വിൽപത്രം എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പപ്പയ്ക്ക് നിനക്കെതിരെ ഒരു സൂചന കിട്ടുമെന്ന് എനിക്കുറപ്പായിരുന്നു. ഞാൻ പപ്പയുടെയോ മമ്മയുടെയോ പേരിൽ പോലും മാറ്റിവെക്കാതെ ഇവളുടെ പേരിൽ സ്വത്ത് മുഴുവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന് പപ്പയ്ക്ക് വേഗം മനസ്സിലാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ കർത്താവിനെ രക്ഷപ്പെടുത്തി. അപ്പൊ പിന്നെ കുറച്ച് കോമയിൽ കിടക്കാമെന്ന് ഞാൻ കരുതി. കോമയിൽ കിടക്കുന്ന എന്നെ കൊല്ലാൻ വന്നാൽ നിന്നെ കയ്യോടെ പിടിക്കാൻ റൂമിൽ CCTV ക്യാമറ ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ല, മറിച്ച് നീ ഇവളെ പുറകെ പോവുകയാണെങ്കിൽ നിന്നെ പിടിക്കാൻ വേണ്ടിയാ ഞാൻ ടോണിയെയും കിരണിനെയും നിഴല് പോലെ ഇവളുടെ പുറകെ നടക്കാൻ നേരത്തെ ചട്ടം കിട്ടിയത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് എനിക്ക് കിട്ടിയ തെളിവാകട്ടെ മറ്റൊന്നായിരുന്നു. 2 കൊല്ലത്തോളം എൻ്റെ തലയിൽ കിടന്ന കൊലപാതക കുറ്റം യഥാർത്ഥത്തിൽ ചെയ്തത് നീയാണെന്ന് തെളിഞ്ഞു. നീ ഇവളെ വിളിച്ച് പുറത്തു വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും വ്യക്തമല്ലായിരുന്നു. പിന്നെ ഇവള് പോയി കഴിഞ്ഞാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ വരാൻ പുറപ്പെട്ടതാ. പക്ഷേ ഇവള് വരുന്ന വഴിക്ക് എൻ്റെ റൂം വെളിയിൽ നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പ്രശാന്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ വേഗം റിസോർട്ടിലേക്ക് വന്നു. ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? അവൻ വന്ന് വാതിൽ തുറക്കാനുള്ള ഡിലേ മാത്രമല്ലായിരുന്നെങ്കിൽ നീ ഇവളുടെ ദേഹത്തെ തൊടുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇവിടെ എത്തുമായിരുന്നു. പിന്നെ
നീ ഇവളെ ഇവിടേക്കേ കൊണ്ടുവരുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാമായിരുന്നു. കാരണം നിന്റെ പേരിലുള്ള ഏക പ്രോപ്പർട്ടി ഇതാണല്ലോ. മിനിമം വേറെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയെങ്കിലും കാണിക്കണ്ടായിരുന്നു മണ്ട. ശരിയാ, മണ്ടനാ ഞാൻ. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ നിന്നെ കൊന്നുകളയുമായിരുന്നു. അതിന് എനിക്ക് പറ്റാത്തോണ്ടല്ലേ ഇപ്പോ എന്റെ മുന്നിലിരുന്ന് നീ എങ്ങനെ സംസാരിക്കുന്നത്. നിന്നെ കൊല്ലാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം നിന്നെപ്പോലെ തന്നെ ഞാനും നിന്നെ എൻ്റെ സഹോദരനായിട്ടാണ് കണ്ടത്. എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടിരുന്നത്, എൻ്റെ കുഞ്ഞനിയൻ. ശരിയാ, നിന്നോട് ഞാൻ ശത്രുവിനെ പോലെയാ പെരുമാറിയത്. പക്ഷെ എപ്പോഴെങ്കിലും നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ? ശരിക്കും ആലോചിച്ചു നോക്ക്. നിന്നെ മാനസികമായി തളർത്താൻ നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ശാരീരികമായി ഞാൻ ഇതുവരെ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോ സിഡ്നിയിൽ വെച്ച് കൊല്ലാൻ നോക്കിയതോ? അത് ഇവനെ കൊല്ലാനായിരുന്നെന്ന് ആര് പറഞ്ഞു? അതും നിനക്ക് നേരെയായിരുന്നു. പക്ഷെ നീ കണ്ടപ്പോ അത് ഇവന് നേരെയാണെന്ന് കരുതി, അത്രേ ഉള്ളൂ. നീ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നത് ശരി തന്നെ എന്ന് കരുതി നീ ഇത്രയും നാളും ചെയ്തു കൂട്ടിയതൊന്നും തെറ്റില്ലാതാവുന്നുണ്ടോ? എന്നെ മാനസികമായി തളർത്താൻ വേണ്ടി നീ എന്തിനാ ഒന്നും അറിയാത്ത ഇവളുടെ പപ്പയെ? ഞാനാണ് ഇവളെ പപ്പയെ കൊന്നതെന്ന് എന്റെ പപ്പയ്ക്ക് അറിയോ? ഇപ്പോൾ അറിഞ്ഞ കാണും. ഇവള് കൊച്ചിയിൽ നിന്ന് കണ്ടുപിടിച്ച ആ വീഡിയോയുടെ ഒരു കോപ്പി എൻ്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്നു. അത് ഞാൻ പ്രശാന്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കോമാ നാടകത്തോടൊപ്പം അതും അവനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടാകും. നിന്നെപ്പോലെ സ്മാർട്ടായിട്ടുള്ള ഒരാൾ എല്ലാ വീഡിയോ കോപ്പിയും കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ കരുതിയതുപോലെ തന്നെ നീ വേറെ കോപ്പി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കൊള്ളാം. എല്ലാവരും എന്നെപ്പറ്റി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് നല്ല പിള്ള സമയുന്നത് എന്തിനാ? നീ എന്നെ കൈവച്ച പോലെ ഞാനും തിരിച്ചു തല്ലാൻ പോകാം. ഒരു തവണയെങ്കിലും എനിക്കും ജയിക്കണം. ഔച്ച്! പറഞ്ഞിട്ടൊക്കെ ചവിട്ടണ്ടടാ. ഓ പിന്നെ, നീ പറഞ്ഞിട്ടായിരുന്നല്ലോ എന്നെ നേരത്തെ 2 തവണ ചവിട്ടിയത്. മിയ, നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഞങ്ങള് ചേട്ടനും അനുജനും ഇത്രയും കാലം ഉള്ളിക്കൊണ്ട് നടന്ന സ്നേഹം ഒന്ന് ശരിക്ക് പ്രകടിപ്പിക്കട്ടെ. അപ്പോ എങ്ങനാ ചേട്ടാ, തുടങ്ങുമല്ലേ? പിന്നെന്താ നീയാ? എന്തായാലും ഈ ഫൈറ്റിലും ജയിക്കാനാ സാധ്യത. അത് എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. ഇനിയിപ്പോ എനിക്ക് ഇതേ വഴിയുള്ളൂ. ആകാശ്, നീ വീണ്ടും അതേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അവളെ വിട്. എന്താണെങ്കിലും നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തമ്മിൽ തന്നെ തീർക്കാം. വേണ്ട ക്രിസ്, നീ അവിടെ നിന്നണിഞ്ഞ എനിക്കിവളെ വേദനിപ്പിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഞാൻ ഇവളെ ഒന്നും ചെയ്യത്തില്ല. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇവൾ വേണം. ഇവൾ എന്നോടൊപ്പം ഉണ്ടാകുമ്പോൾ നീ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഞാൻ താഴെ പോയി കാറിൽ കയറുന്നത് വരെ നീ ഇവിടെ തന്നെ നിന്നോണം.
നിന്നെ പോലൊരു രാക്ഷസനാണ് ഞാൻ ജന്മം നൽകിയത്. ഇത്രയും കാലം മകനെന്ന് പറഞ്ഞ് വളർത്തിയത്. നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ക്രിസ് സ്വത്തെല്ലാം എസ്തറിന്റെ പേരിൽ എഴുതി വെച്ചെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ എസ്തറിന് നേരെ ഉണ്ടായ ഷൂട്ട് ഔട്ട്, അന്ന് ഞാൻ ഉറപ്പിച്ചു യഥാർത്ഥ വില്ലൻ നീയാണെന്ന്. ഇവൾക്ക് നേരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇവളുടെ കൂടെ അന്ന് കാറിൽ കയറിയത്. ഞാൻ കൂടെ ഉണ്ടാകുമ്പോ നീ ഇവളെ ഒന്നും ചെയ്യാൻ മുതിരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്റെ ചിന്തകൾക്കും അപ്പുറമുള്ള സത്യമാണ് ഞാൻ ഇന്നറിഞ്ഞത്. ജോസഫിനെ കൊന്നത് നീയാണെന്നുള്ള സത്യം. നിനക്കെങ്ങനെയാണ് ആ പാവം മനുഷ്യനെ കൊല്ലാൻ തോന്നിയത്? എന്ന് മുതലാ നീ ഇത്രയ്ക്ക് നീചനായി മാറിയത്? നിന്റെ അമ്മ നിർമ്മല ഇതെല്ലാം കണ്ട് സന്തോഷിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാ, ഞാൻ നീചനാ. ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ച എൻ്റെ അമ്മ കൺമുന്നിൽ കിടന്ന് മരിച്ചത് കണ്ടപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഒരു ദുഷ്ടം വളർന്നു വരികയായിരുന്നു. പക്ഷേ അതിന് ഞാൻ മാത്രമാണ് കാരണക്കാരൻ. എൻ്റെ അമ്മ മരിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ സ്നേഹിക്കാനോ നിങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. നിങ്ങളപ്പോൾ മദ്യത്തിനെ കൂട്ടുപിടിച്ചു. പിന്നീടാകട്ടെ നിങ്ങൾ ഇവന്റെ അമ്മയെ കെട്ടി ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് അഭിനയിച്ചു നടന്നു. അപ്പോഴും എന്റെ മനസ്സിൽ നീറിക്കൊണ്ടിരുന്ന കനൽ നിങ്ങൾ കണ്ടില്ല. എന്റെ അമ്മയെ കൊന്ന ഇവന്റെ അച്ഛൻ നിയമത്തിന് പോലും പിടികൊടുക്കാതെ രക്ഷപ്പെട്ടപ്പോൾ അയാളെ കൊല്ലണമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അയാൾ പിടിതരാതെ സ്വയം മരിച്ചു. പിന്നെ അയാളെ ഞാൻ കണ്ടത് ഇവനിലായിരുന്നു. പുതിയ വീട്, കുടുംബം എല്ലാം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. കൂടെ കളിക്കാൻ ഒരു അനിയനെ കിട്ടിയെന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നതെങ്കിലും ഇവനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഇവന്റെ അച്ഛനെയായിരുന്നു ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അയാളോടുള്ള ദേഷ്യം ഞാൻ ഇവനോടാ തീർത്തത്. അയാളുടെ മകൻ ആരുമില്ലാതെ ഒന്നുമില്ലാതെ അലയണമെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടിയായിരുന്നു ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. പക്ഷേ ഇപ്പോഴും ഞാനതൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. എത്ര തവണ പാസ്റ്റിലേക്ക് തിരിച്ചു പോയാലും ആ തവണയൊക്കെ ഞാൻ ഇതേ ഡിസിഷൻ തന്നെ എടുക്കുള്ളൂ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നിന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും കാണാനില്ല. നീ ചെയ്ത എല്ലാ ദുഷ്പ്രവൃത്തികൾക്കുമുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ജോസഫിനെ കൊന്നതിനും ക്രിസിനെ കൊല്ലാൻ നോക്കിയതിനും ഇവളെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനുമെല്ലാം ചേർത്ത് ശിഷ്ടകാലം ജയിലിൽ കഴിയാൻ തയ്യാറായിരുന്നു. നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ പോലും ഞാൻ അയക്കില്ല. മോളെ, എന്റെ മകന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. അതല്ലാതെ ഈ അച്ഛന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ, അങ്കിൾ ഇതെന്താ ചെയ്യുന്നത്? ആകാശ ചെയ്തതിന് അങ്കിൾ എൻ്റെ മുന്നിൽ കൈകൂപ്പേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ പറഞ്ഞത് മോള് കേട്ടതല്ലേ? അവൻ ഇങ്ങനെയാകാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനൊരു കാരണക്കാരനാണ്. അപ്പൊ പിന്നെ ഞാൻ ക്ഷമ ചോദിച്ചല്ലേ പറ്റൂ. അതിൻ്റെ ആവശ്യമില്ല അങ്കിൾ. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. ഇവിടെ തെറ്റ് ചെയ്തത് ആകാശ. അതിന് ഇന്ത്യൻ നിയമം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവൻ അനുഭവിച്ചേ പറ്റും. മക്കളെ, നിങ്ങൾ രണ്ടാളും പോയി റെസ്റ്റ് എടുത്തു. ഇവർക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിങ്ങൾ ചെല്ലേ. എന്താടാ, എന്തു പറ്റി? പോടാ അലവലാതി, നീ എന്നോട് മിണ്ടണ്ട. നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. നിന്റെ കിടപ്പ് കണ്ടിട്ട് ഞാൻ എന്തുമാത്രം വേദനിച്ചതെന്നറിയാവോ? എടാ, സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നീ അറിഞ്ഞ അഭിനയിച്ചു കുളമാക്കുമല്ലോ എന്നാലോചിച്ചപ്പോ പിന്നെ വേണ്ടെന്ന് വെച്ചു. ആ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ തകർത്ത അഭിനയം കാരണം 2-ാം ദിവസം തന്നെ നിന്റെ നാടകം പൊളിഞ്ഞേനെ. അതുകൊണ്ട് നിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ തൽക്കാലം നിന്നോട് ക്ഷമിച്ചു.
നീയോ എസ്തറും സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുത്തു വന്നതുകൊണ്ട് രാവിലെ തന്നെ ആഘോഷിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡും ചെയ്തു. അല്ല, അപ്പൊ നിന്റെ കാര്യം എങ്ങനെയാ? നിന്റെ പുനർജന്മം എല്ലാവരെയും അറിയിക്കണ്ടേ? നേരം പുലരുന്നതിന് മുൻപേ തന്നെ പുറത്തുപോയി വന്നതുകൊണ്ട് തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ല. എന്നാലും ആകാശിന്റെ അറസ്റ്റ് ഇപ്പൊ വാർത്തയായി കഴിഞ്ഞു. മീഡിയാസിനോട് നിന്റെ കാര്യം ചിലപ്പോ പോലീസ് സൂചിപ്പിച്ചിടാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ നിന്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നീ തന്നെ പറഞ്ഞാൽ നല്ലതായിരിക്കും. കോമ നാടകമൊന്നും തൽക്കാലം പുറത്തു പറയണ്ട. നീ കോമയിൽ നിന്ന് ഉണർന്നു എന്ന് പറഞ്ഞാൽ മതി. മിറാക്കിൾ എന്നൊക്കെ പറഞ്ഞ് വാർത്ത സെൻസേഷണൽ ആയിക്കോളും. അതിനു മുമ്പ് ഞാൻ എസ്തറിനെ ഒന്ന് കാണട്ടെ. മിയ, ആയോ ഓക്കെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണമാണല്ലോ നിങ്ങളുടെ പപ്പയെ ആകാശ്. അവൻ ചെയ്ത ക്രൂരതയ്ക്ക് ക്രിസ് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. 2 വർഷത്തോളം അവന്റെ തെറ്റിന്റെ ഭാരം തലയിൽ ചുമന്ന് നടന്നില്ലേ, അത് തന്നെ ധാരാളം. ഇനി അങ്ങോട്ട് അത് അവൻ തന്നെ ചുമക്കട്ടെ. അതൊക്കെ വിട്, ഒരു ഓസ്കാർ വാങ്ങിത്തരട്ടെ. എന്തൊരു അഭിനയമായിരുന്നു. പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല, കഴുത്തിന് താഴേക്ക് ചലനമില്ല. ആ ഡോക്ടർ എന്റെ കയ്യിൽ കിട്ടട്ടെ. സഹനടനുള്ള ഓസ്കാർ ഞാൻ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ദിവസം അത്രയും എങ്ങനെയാ പിടിച്ചു നിന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ലോകത്തിലെ സകല നടന്മാർക്കും മനസ്സിൽ സെല്യൂട്ട് കൊടുക്കുമായിരുന്നു ഞാൻ. ആ പ്രശാന്ത് വരുമ്പോഴാണ് എനിക്ക് ആശ്വാസം ഉണ്ടാകുക. അവൻ ചെക്കപ്പിൻ്റെ പേരും പറഞ്ഞ മുറി അകത്തുനിന്ന് അടയ്ക്കുമ്പോഴാണ് ഞാനൊന്ന് മര്യാദയ്ക്ക് ശ്വാസം വിടുന്നത്. പിന്നെ പയ്യെ പയ്യെ എഴുന്നേറ്റ് നടക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ആ നടത്തം ഞാൻ ഓട്ടത്തിലേക്കും മാറ്റി. പക്ഷേ എനിക്ക് അഭിനയിച്ചു പിടിച്ചു നിൽക്കാൻ പ്രയാസം തോന്നിയത് നീ അടുത്തുണ്ടായപ്പോഴായിരുന്നു. ആശുപത്രിയിൽ വെച്ച് എൻ്റെ ഹൃദയമിടിപ്പ് കൂടിയതും നിന്റെ കൈ പിടിച്ച് കടിയുമൊക്കെ ചെയ്തത് അതുകൊണ്ടാ. ഞാൻ വന്ന കാര്യം പറയാൻ മറന്നു. ഞാൻ കോമയിൽ നിന്ന് എഴുന്നേറ്റ വിവരം ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കണ്ടേ. സോ ഞാനൊരു ലൈവ് പോകാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ എനിക്ക് മൊണാർക്കിനെ കൂടെ വേണം. നീ വേഗം റെഡിയാക്, നമുക്ക് ഓഫീസിലേക്ക് പോകാം. അവിടെ നിന്നാകാം ബാക്കി. ലൈവിന്റെ കാര്യം മൊണാർക്കിനെ അറിയിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇവളാണ് മൊണാർക്കെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാനാണ് മോണാർക്കെന്ന് അലനറിയാം. എപ്പോ മുതൽ അറിയാം? അന്ന് ബാൻഡ് ഡിസ്ബാൻഡ് ചെയ്തില്ലേ, കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞതാ. അതൊക്കെ വിട്, രണ്ടുപേരും റെഡിയാക്. വേറെ ആരെങ്കിലും പുറത്തുവിടും മുമ്പ് നമ്മൾ വേണം ഈ ഹോട്ട് ന്യൂസ് വൈറലാക്കാൻ. സാർ, താങ്ക്സ് ഡാ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അവളുടെ കൂടെ നിന്ന് സംരക്ഷിച്ചില്ലേ. കൂടെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ, എവിഡൻസ് ശേഖരിക്കാൻ അവളെ സഹായിച്ചില്ലേ. എല്ലാറ്റിനും ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ താങ്ക്സ് ഒന്നും പറയില്ലേ സാർ. സാറിന് അപകടം പറ്റിയപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ക്രിസേ, വാ, നിനക്കൊരു സാധനം കാണിച്ചു തരാം. എടാ, ഇതിനൊന്നും പറ്റിയില്ലേ? ഞാനിതെനിക്ക് നഷ്ടപ്പെട്ടെന്നാ കരുതിയത്. ആഹാ, ഒന്നും പറ്റിയില്ലേന്നോ? ആ ആക്സിഡന്റിൽ ഫുൾ തകർന്ന തരിപ്പണമായതായിരുന്നു. ഞാനോ ആർക്കെങ്കിലും ഇത് വല്ല വർക്ക്ഷോപ്പുകാർക്കും വെട്ടിപ്പൊളിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. പക്ഷെ എസ്തർ അതിന് സമ്മതിച്ചില്ല. അവള് നീ വിളിക്കാറുള്ള മറ്റേ ആ ഇന്റർനാഷണൽ മെക്കാനിക് ഇല്ലേ, അയാളെ വിളിച്ചു കൊണ്ടുവന്നു. പക്ഷെ അയാളും ആദ്യം കൈയൊഴിഞ്ഞതാ. ഇത് നന്നാക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വേറെ കാർ വാങ്ങാമെന്നാ അയാൾ പറഞ്ഞത്.
പക്ഷെ എസ്തറിന് ഇത് തന്നെ വേണമെന്ന നിർബന്ധമായിരുന്നു. പിന്നെ നീയും ഈ കാറും തമ്മിലുള്ള ആത്മബന്ധം അയാൾക്കും അറിയാമല്ലോ. അങ്ങനെ എസ്തറിന്റെ നിർബന്ധത്തിന് വഴങ്ങി 1.5 മാസം കഷ്ടപ്പെട്ട അയാള് നിന്റെ കാറ് പഴയ രൂപത്തിലാക്കിയത്. ക്രിസ്, ഞാൻ റെഡി, പോകാം. ടോണി, കിരൺ, നിങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം ലീവ് എടുത്ത് ഒന്ന് അടിച്ചു പൊളിക്കും. ഞങ്ങൾ പോയിട്ട് വരാം. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? എൻ്റെ കാറ് ശരിയാക്കിയതിന്. ഓ, അതിനാണോ? അതുമാത്രമല്ല, ഇത്രയും ദിവസം എൻ്റെ കൂടെ നിന്നതിന്, എന്നെ പരിചരിച്ചതിന്. ശരിക്കും ഞാൻ ജീവിതകാലം മുഴുവൻ കോമയിലായിരുന്നെങ്കിലോ, ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിലോ, അപ്പോഴും ഇതൊക്കെ ചെയ്യുമായിരുന്നു. തീർച്ചയായും. പക്ഷേ അങ്ങനെ ജീവിതകാലം മുഴുവൻ കിടക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാണെങ്കിലും എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും എഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ കഴുത്തിന് താഴേക്ക് തളർന്നാണ് കോമയിൽ നിന്ന് എഴുന്നേറ്റതെങ്കിലോ? അപ്പോഴും ഞാനിതൊക്കെ ചെയ്യും. കാരണം ഇപ്പോൾ ഒരുപാട് ടെക്നോളജി ഒക്കെ വളർന്നല്ലോ. ഞാൻ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ളൊരു വീൽ ചെയർ വാങ്ങി ഞാൻ പോകുന്നിടത്തൊക്കെ നിന്റെ ഈ കാറിൽ കയറ്റി നിന്നെയും കൊണ്ടുപോകും. അത് കേട്ടാ മതി. എല്ലാവരും എന്നെ കണ്ട ഞെട്ടലൊക്കെ മാറിയല്ലോ. ഇനി നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം. എൻ്റെ തിരിച്ചുവരവിനോടനുബന്ധിച്ച് ഇന്ന് ആഫ്റ്റർനൂൺ ലീവ്. എല്ലാവർക്കും വീട്ടിലേക്ക് പോകാം. പിന്നെ ന്യൂ ഇയറിനോടനുബന്ധിച്ച് നാളെ ഡിസംബർ 31 ആൻഡ് മറ്റന്നാൾ ജാനുവരി 1 ലീവാണ്. എൻജോയ് ന്യൂ ഇയർ ഈവ്. ഒന്നിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ പോകുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എല്ലാം എസ്തർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ നെയിം ബോർഡ് പോലും മാറ്റിയിട്ടില്ല. എസ്തറിൻ്റെ സ്ഥാനത്ത് ആകാശമായിരുന്നെങ്കിൽ ഇതെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് എസ്തറാണ്. ഞാൻ മടങ്ങി വരുമെന്ന ശുഭപ്രതീക്ഷയിൽ എല്ലാം അവൾ എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു. എല്ലാ സ്റ്റാഫ്സും ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെയുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ ക്യാമറ റെഡിയാക്കാം. നീ വേഗം മൊണാർക്കിന്റെ ഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്തു വാ. നീ എങ്ങോട്ടാടി ബാഗൊക്കെ പാക്ക് ചെയ്തു? ഇതെന്റെ ബാഗാണല്ലോ. നീ എന്തിനാ എന്റെ ഡ്രസ്സൊക്കെ ബാഗിലാക്കുന്നത്? ഓ, എഴുന്നേറ്റു സ്ലീപ്പിംഗ് ബ്യൂട്ടി. വേഗം കുളിച്ച് റെഡിയാക്ക്, നമുക്ക് പോണം. ഇന്ന് ന്യൂ ഇയർ പാർട്ടി അങ്ങ് ഗോവയിൽ വെച്ചിട്ടാ. ക്രിസ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ശരിയാക്കും? ഇവിടെ കേസൊക്കെ നടക്കുമല്ലേ? നിങ്ങൾ ഓൾറെഡി മൊഴിയൊക്കെ കൊടുത്തതല്ലേ, പിന്നെ അവനെ റിമാൻഡിലും ആക്കി. ക്രിസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നാ പറഞ്ഞത്. നീ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് ടെൻഷൻ ആക്കണ്ട, വേഗം പോയി റെഡി ചെയ്യുക. റോയ്സെ, അവന്മാരൊക്കെ സെറ്റല്ലേ? എല്ലാവരും സെറ്റായി വണ്ടി കയറിയിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കൂടെ അലനും വരുന്നുണ്ട്. അവനെ മാത്രം ഇവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത് മോശമല്ലേ? നമ്മുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആള് ഭയങ്കര ഹാപ്പി. അല്ലടാ, അലൻ വന്നാ എൻ്റെ പ്ലാനൊക്കെ കൊള്ളാവോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അവൻ വന്നോട്ടെ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയി വാ മക്കളെ. ഈ കേസിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയ്ക്ക് കുറച്ച് സമയം മാറി നിൽക്കുന്നത് നല്ലതാ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകട്ടെ. പോയി അടിച്ചു പൊളിച്ചു വാ. കഴിഞ്ഞതൊക്കെ മറക്കാൻ ഈ ഗോവൻ ട്രിപ്പ് സഹായിക്കട്ടെ. എസ്തർ, വാ.
എങ്ങോട്ട്? നമ്മളിപ്പോ വന്നു കയറിയതല്ലേ ഉള്ളൂ. എടി, നാളെ ന്യൂ ഇയറാ. ഇങ്ങനെയാണോ ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കുന്നത്? നമുക്ക് ഒന്ന് ഗ്ലോ അപ്പ് ആകാം. എന്തോന്നാ? ഈ റിസോർട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ, കുറച്ച് മസാജ് ഒക്കെ ചെയ്യാമെന്നേ. ഹേയ്, ഞാനില്ല. എടിയല്ലേ, നിനക്ക് തന്നെ അറിയാലോ ഞാനിതൊന്നും ചെയ്യത്തില്ലെന്ന്. ഒരു തവണ ചെയ്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ കൂടെ കമ്പനിക്ക് നീ വന്നേ പറ്റും. വാ 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 വാ. मतलबी हो जा जरा मतलबी, दुनिया की सुनता है क्यों, खुद की भी सुन ले कभी। मतलबी हो जा जरा मतलबी, दुनिया की सुनता है क्यों, खुद की भी सुन ले कभी। कुछ बात गलत भी हो जाए, कुछ देर ये दिल भी खो जाए, बेफिक्र धड़कने इस तरह से चले, शोर गूंजे यहाँ से वहाँ। सूरज डूबा है यारो, दो घुट नशे के मारो, रास्ते भुला दो सारे घर बार के। सूरज डूबा है यारो, दो घुट नशे के मारो, हम तुम भुला दो सारे संसार के। Ask me for anything, I can give you everything, रास्ते भुला दो सारे घर बार के। Ask me for anything, I can give you everything, हम तुम भुला दो सारे संसार के। ഹലോ എസ്തർ, പാർട്ടി തുടങ്ങാൻ കുറച്ചുകൂടെ കഴിയും. ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞല്ലെന്നാ റോയ്സ് പറഞ്ഞത്. സമയമാകുമ്പോൾ ഞാനും രചനയും നിന്റെ റൂമിലേക്ക് വരാം. എടി, ഇപ്പൊ തന്നെ മണി 11:30 ഇനി ഇത് എപ്പോഴാ പാർട്ടി തുടങ്ങുന്നത്? ന്യൂ ഇയർ കഴിഞ്ഞിട്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൂടെ പോയി അവരെ സഹായിക്കാം. ഹേ, അതിന്റെ ആവശ്യമില്ല. അവർ അത്രയും പുരുഷന്മാരില്ലേ, അവര് മാനേജ് ചെയ്തോളും. ഞങ്ങളുടെ മേക്കപ്പ് ഒന്നും ഇതുവരെ കഴിഞ്ഞില്ല. നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് വരും, എന്നിട്ട് ഒരുമിച്ച് പോകാം. ശരി ശരി. ഷേടാ, മണി 11:50. ഇവിടുന്ന് ബീച്ചിലേക്ക് നടക്കാൻ തന്നെ വേണം 10 മിനിറ്റ്. ഇവരെന്താ വിളിക്കാൻ വരാത്തത്? അവരുടെ പാർട്ടിയുടെ ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ? തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ പോയി ഹെൽപ്പ് ചെയ്യാം. മറ്റ് 2 മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ബീച്ചിലേക്ക് വന്നോട്ടെ, അതേ ശരിയാകത്തുള്ളൂ. ക്രിസ് എന്താ ഇവിടെ? ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ. അവരൊക്കെ ബീച്ചിലേക്ക് പോയി. എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ കൂട്ടാതെ പോയി കളഞ്ഞോ? എങ്കിൽ വേഗം വാ, നമ്മൾ അവിടെ നടന്നെത്തുമ്പോഴേക്കും കൗണ്ട് ഡൗൺ തുടങ്ങും. ആ, നടക്ക്. You look pretty. You look great too. ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. നിങ്ങൾ ഇതുവരെ ഒന്നും സെറ്റാക്കിയില്ലേ? അവരെവിടെ? നീ മുന്നോട്ട് നടക്ക്, അവരവിടെയുണ്ട്. 너와 함께 하고 싶은 일들을 상상하는 게 요즘 내 일상이 되고, 너의 즐거워하는 모습을 보고 있으면 자연스레 따라 웃고 있는 걸. 너의 행동에 설레어 하고 뒤척이다가 지새운 밤이 많아지는데, 이건 누가
ഇതെന്താ എഴുതിയേക്കുന്നത്? വാട്ട്? ഹാപ്പി ന്യൂ ഇയർ മിയ. ഈ പുതുവർഷാരംഭം തൊട്ട് ഇനിയുള്ള എല്ലാ വർഷവും മാസവും ദിവസവും മണിക്കൂറുകളും മിനിറ്റുകളും നിമിഷങ്ങളും നിന്നോടൊപ്പം ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പരസ്പരം ഒരുപാട് തെറ്റിദ്ധരിച്ചു, വേദനിപ്പിച്ചു. എന്നാൽ ഇതിൻ്റെയെല്ലാം അവസാനം നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് മാത്രമാണ്: അതിനേക്കാളേറെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. വി ലവ് ഈച്ച് അതർ ഡീപ്ലി ആൻഡ് പാഷനേറ്റ്ലി. പരസ്പരം ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായവരാണ് നമ്മൾ. ഈ സ്നേഹം എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ കൂടെ തന്നെ വേണം എനിക്ക്. ഇന്നു മുതൽ എൻ്റെ ജീവിതം പങ്കിടാൻ ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. എസ്തർ മിയ ജോസഫ്, will you marry me? Think of anything I want to do more than spend the rest of my life with you. You are the love of my life. Of course I will marry you. 가려진 오랜 시간이 우리를 다시 불러와. 어느 곳에 있어도 I love you, Mia. I love you. 'Cause I'm falling slowly in love with you. 오랫동안 기다려온 너는 봄이야. 'Cause I'm falling slowly in love with you. 다시 지워진다 해도 all my life is you. അല്ലടാ, ഇതെങ്ങനെ ശരിയാകും? ഇവരൊന്നായാൽ പിന്നെ അലൻവെസ്റ്റിന്റെയും എലന്റെയും കാര്യം എങ്ങനെയാ? എന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി നീ വറിയിടാകണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ എപ്പോ? അതൊക്കെ നടന്നു. സോറി അലൻ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിന്നോട് ഡിസ്കസ് ചെയ്യാതെ ഇവളെ പ്രപ്പോസ് ചെയ്തത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നീ സമ്മതിച്ചില്ലെങ്കിലും ഒന്ന് കരുതിയാ പറയാതിരുന്നത്. ഇവളെ ഇനിയും നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഡോണ്ട് വറി, വി ആർ ഗെറ്റിംഗ് മാരീഡ് സൂൺ. നീയോ രജനിയുമോ? അതെങ്ങനെ? എടാ, ഞാനും എസ്തറും തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ എലനെ ഉപയോഗിച്ച പോലെ അവൾ എന്നെ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഓഹോ, അപ്പോ നീ എന്നോട് നുണ പറഞ്ഞതായിരുന്നല്ലേ? ഇങ്ങ് വന്നേ. ഇല്ല. അത് ശരി, അപ്പോ നമ്മളാണ് ഇവിടുത്തെ യഥാർത്ഥ മണ്ടന്മാർ.
പറഞ്ഞതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരാൻ പോകാൻ. ആ, നല്ല വേദനയുണ്ട്. എന്തൊറ്റി? നീ വേറെ വല്ലതുമാണോ വിചാരിച്ചത്? ഉം. ഇനി ഒരിക്കലും എന്നോട് നുണ പറയരുത്. ഞാനും പറയില്ല. അതുപോലെ എനിക്ക് പകരം ചാകാൻ നിൽക്കരുത്. ഇനി അതിൻ്റെ ആവശ്യമൊന്നും വരില്ലല്ലോ. ഉണ്ടായിരുന്ന വില്ലൻ അകത്തായില്ലേ? എന്നാലും നീ എന്തിനാ ബ്രേക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ടും ആ കാറിൽ കയറാൻ പോയത്? നിനക്ക് എന്നോട് ആ കാര്യം തുറന്നു പറഞ്ഞാൽ പോരായിരുന്നു? എനിക്കപ്പോൾ അതൊന്നും മൈൻഡിൽ പോയില്ല. ആകെ നിന്നെ രക്ഷിക്കണം, നിന്നെ പാനിക്കാകരുത് എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാറെടുത്ത് ഓപ്പോസിറ്റുള്ള ഓർക്കിഡ് മരത്തിൽ നേരെ കൊണ്ട് ഇടിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനു മുമ്പിൽ ലോറി വന്ന് ഇടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതൊന്നും വേണ്ട കേട്ടോ. ഓ, നിങ്ങളുടെ ട്രിപ്പിൾ ഡേറ്റ് നടക്കട്ടെ. ഞങ്ങൾ അതിലൊരു ശല്യമാകുന്നില്ലേ? ഞങ്ങൾ ബീച്ചിന്റെ ആ സൈഡിൽ കാണും. ന്യൂ ഇയർ പാർട്ടി ആയതുകൊണ്ട് അവിടെ കുറെ പെൺപിള്ളേരുണ്ട്. ഞങ്ങൾക്ക് വല്ലത് സെറ്റാവുമെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ സിംഗിൾ ആയിട്ട് മരിക്കേണ്ടി വരും. വാടാ, വേഗം പോകാം. എന്റെ പൊന്നോ, നിങ്ങൾ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചു. എന്തായാലും നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരുമിച്ചത് നന്നായി. ഇനിയും കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അന്നയാണെങ്കിൽ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ മാരേജ് ഉടൻ നടത്തണം. എന്റെയും രചനയുടെയും മാരേജ് ഒരുമിച്ച് നടത്തണമെന്ന അമ്മയ്ക്ക്. അപ്പോ അലന്റെ മാരേജിന്റെ അന്ന് തന്നെ എന്റെയും എലന്റെയും മാരേജ് നടത്തണം. ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ശരിക്കും പ്രേമിക്കാനുള്ള സമയം കിട്ടിയില്ല. നഷ്ടപ്പെട്ട ആ ദിവസങ്ങൾ തിരികെ പിടിക്കണം ഞങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളുടെ മാരേജ് നടക്കട്ടെ. ബ്രൈഡ്സ് വുമണും ഗ്രൂംസ്മാനുമായിട്ട് ഞങ്ങളുണ്ടാകും. അതുപോലെ എങ്കിൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ കല്യാണത്തിന് വേണ്ടി ഫിക്സ് ചെയ്യാം. പപ്പ, മമ്മ, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ സമയമായി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യമുള്ളത് ആ ദിവസം തിരഞ്ഞെടുത്തോളൂ. നമുക്കതങ്ങ് നടത്താം, അല്ലേ മേരി? പിന്നല്ലാതെ സൂസന്നയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, സൂസന്ന ആൻറ്റിക്ക് എന്ത് വാക്ക് കൊടുത്തെന്നാ? അത് നിങ്ങൾ രണ്ടുപേരും അറിയാത്തൊരു കാര്യമാ. സൂസന്ന മരിക്കുന്ന സമയം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന വിവരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആർക്കയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോഴാണ് യാദൃശ്ചികമായി അവിടെ വെച്ച് സൂസന്നയെ ഞങ്ങൾ കാണുന്നത്. എന്നെ കണ്ടതും സൂസന്ന ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, എൻ്റെ എസ്തറിനെ നീ ക്രിസിനെ കൊണ്ട് കെട്ടിക്കണമേ എന്ന്. വേറെ ആർക്കോ വാക്കുകൊടുത്ത വിവരം ജോസഫ് പറഞ്ഞപ്പോൾ ഇനി എനിക്ക് അധിക സമയമൊന്നും ശേഷിക്കുന്നില്ല, ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അവൾ പറഞ്ഞത്. ജോസഫ് പറഞ്ഞ ആ ആള് അലനാണെന്ന് എസ്തർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എസ്തറിനെ എനിക്ക് ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയം ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഉടൻ തന്നെ വാക്ക് കൊടുത്തു. അപ്പോഴാണ് എൻഗേജ്മെൻറ്റിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞ് അലൻ വിളിക്കുന്നത്. അത് കേട്ട് സന്തോഷത്തോടെയാണ് സൂസന്ന കണ്ണടച്ചത്. പാവം അമ്മ, അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ കൂടി സാധിച്ചില്ല. പക്ഷേ അപ്പോഴും എന്നെ പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു അമ്മയ്ക്ക്. നിങ്ങളിതെന്താ ഞങ്ങളോട് പറയാതിരുന്നത്?
തൽക്കാലം ഇതൊന്നും നിങ്ങളെ അറിയിക്കേണ്ടെന്ന് ജോസഫ് തന്നെയാ ഞങ്ങളെയും എലനെയും ചട്ടം കിട്ടിയത്. വഴിയെ ജോസഫ് തന്നെ പറയാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ജോസഫിൻ്റെ മരണവും നിങ്ങളുടെ പിണക്കവും ഒക്കെ നടക്കുന്നത്. നിങ്ങളെ തമ്മിൽ ഇണക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ എസ്തറിനെയും എലനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോഴല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും പൊറോട്ട നാടകം തുടങ്ങിയത്. ഞാൻ എലനെ സ്നേഹിക്കുന്നുവെന്ന് നീയും ഞാൻ അലനെ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് ഇവളും. എല്ലാം കയ്യിൽ നിന്ന് പോയെന്നാണ് ഞാൻ കരുതിയത്. അത് കാരണം ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ. എന്തായാലും ഒടുക്കം എല്ലാം കലങ്ങിത്തെളിഞ്ഞല്ലോ. എനിക്കത് മതി. മമ്മയ്ക്ക് പണ്ട് മുതലേ ക്രിസിനോട് ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെയും എന്നെയും ഒന്നിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുമുണ്ട്. ആ പേരിൽ പപ്പയോട് ഒരുപാട് വഴക്കുണ്ടാക്കി. ഒടുവിൽ പപ്പ മമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയപ്പോഴേക്കും അത് കാണാൻ മമ്മ ഇല്ലാതെ പോയി. പിന്നാലെ പപ്പയും മമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ 3 പേരും കൂടെ ഒരുമിച്ച്? അതിന് പിന്നിൽ തന്നെ എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ. നമ്മുടെ വെഡ്ഡിങ്ങിനെ പറ്റി അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ മൊണാർക്കിൻ്റെ ഫേസ് കൂടെ റിവീൽ ചെയ്താലോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. നിന്റെ ഡബിൾ പ്ലേയും ഒഴിവാക്കാമല്ലോ. നീ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്താ നിന്റെ അഭിപ്രായം? ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. നിന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങും. ഞാനും സ്പോട്ട്ലൈറ്റിലാകും. അത് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ മൊണാർക്കിൻ്റെ മാസ്ക് അണിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏതായാലും ഞാനും ഒരു സെലിബ്രിറ്റി ആകാൻ പോകുമല്ലേ. എന്നാ പപ്പയ്ക്ക് അത് ഇഷ്ടമാകുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീ ശരിക്കും നമ്മുടെ പപ്പയെ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ ഏറ്റവും വലിയ ഫാനായിരുന്നു നമ്മുടെ പപ്പ. നിന്റെ പോപ്പുലാരിറ്റി നിന്റെ പഠിത്തത്തെയും നോർമൽ ലൈഫിനെയും ബാധിക്കുമെന്ന് കരുതിയ പപ്പ അന്ന് എതിർത്തത്. നിന്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞാൽ മൊണാർക്ക് നീയാണെന്ന് റിവീൽ ചെയ്യണമെന്ന് പപ്പ എപ്പോഴും പറയുമായിരുന്നു. മൊണാർക്കിൻ്റെ പപ്പയാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ തല ഉയർത്തി നിൽക്കണമെന്നത് പപ്പയുടെ വലിയൊരാഗ്രഹമായിരുന്നു. ഇപ്പോൾ നിന്നെ കണ്ട് അഭിമാനിക്കാൻ മമ്മയും പപ്പയും ഇല്ല. പക്ഷേ അവർക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ. ഗുഡ് മോർണിംഗ് ഓൾ. ഞങ്ങൾ 2 കാര്യം പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്തത്. ആദ്യത്തെ കാര്യം മൊണാർക്ക് പറയും. ഞാനാണ് നിങ്ങളുടെ മൊണാർക്ക്. യഥാർത്ഥ പേര് എസ്തർ മിയ ജോസഫ്. ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ ആരാധകർ ഏറെ കാലമായി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒന്നായിരുന്നു ചിത്രശലഭത്തിൻ്റെ മുഖമൂടിക്ക് പിന്നിലെ ഈ മുഖം. എന്തുകൊണ്ടാണ് ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന മുഖം പെട്ടെന്ന് റിവീൽ ചെയ്യാൻ കാരണം? ഞാൻ സാധാരണ ജീവിതം ആഗ്രഹിച്ച ഒരാളായിരുന്നു. എൻ്റെ നോർമൽ ലൈഫിനെ ഇത് ബാധിക്കുമോ എന്ന ഭയം കാരണമായിരുന്നു ഞാൻ ഇത്രയും കാലം മറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് വെളിപ്പെടുത്താൻ കാരണമുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ ആഗ്രഹിച്ചാൽ പോലും ഒരു നോർമൽ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വി ആർ ഗെറ്റിംഗ് മാരീഡ്. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കും കൂടിയുള്ള ഒരു ഉത്തരം ഞാൻ തരാം. ഞാനും എസ്തറും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. ഈ റിസോർട്ടിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നത്. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം പരസ്പരം പിരിയേണ്ടി വന്നു. ഇവളെ ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. മൊണാർക്കായി അവൾ എൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ അന്വേഷിക്കുന്ന ആളാണ് എൻ്റെ തൊട്ടടുത്തുള്ളതെന്ന്. പിന്നീട് ഞാനെല്ലാം അറിഞ്ഞപ്പോഴേക്കും വിധി ഞങ്ങളെ വീണ്ടും വേർപെടുത്തി. ഒരുപാട് വേദനകളും തെറ്റിദ്ധാരണകൾക്കുമൊടുവിൽ ഞങ്ങളിതാ ഒരുമിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. എന്നാലും എസ്തറാണ് മൊണാർക്കെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എത്ര വിദഗ്ധമായ ഇവള് നമ്മളെയൊക്കെ പറ്റിച്ചതല്ലേ. നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ലടാ. അവള് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു നിങ്ങൾക്ക്. ഞാനാണെങ്കിൽ നീയാണെന്നറിയാതെ മൊണാർക്കിനെ പറ്റി നിന്നോട് തന്നെ വന്ന് പുകഴ്ത്ത് പറയുകയും ചെയ്തു. അപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നു. പറയണമെന്ന് വെച്ചതാ, പിന്നെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇത്രയും നീണ്ടുപോയി. അതിന് എല്ലാവരോടും സോറി. ഹേയ്, അതൊന്നും സാരമില്ലെന്ന്. ഇനി അങ്ങോട്ട് നിനക്ക് 2 പേരായിട്ട് കഷ്ടപ്പെടണ്ടല്ലോ. A lemon in the sky that I won't fly for you. No matter tears in the eyes that I won't cry for you. Oh no, with every
every breath that I take. I want you to share that out with me. There's no promise that I won't keep. I'll climb a mountain that's not too steep. When it comes to you, there's no crime. Let's take both of our souls and intertwine. When it comes to you, don't be blind. Watch me speak from my heart. When it comes to you, comes to you. I want you to share that. It comes to you. വാവ്, എന്താ സോങ് അല്ലേ? ക്രിസിനെ പോലെ ഇത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളെ പാർട്ട്ണറായിട്ട് കിട്ടിയതാണ് എസ്തറിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അയ്യോ, അത് പറയാനുണ്ടോ? ക്രിസിന്റെ പ്രപ്പോസൽ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അന്ന. ആൻഡ് അതേ സ്ഥലം തന്നെ അവൻ കല്യാണവേദിയായിട്ടും തിരഞ്ഞെടുത്തു. അവരുടെ പ്രണയ സാക്ഷാത്കാരം നടന്ന അതേ മണൽത്തരികളെയും കടലിനെയും സാക്ഷിയാക്കി വേണം എസ്തറിന്റെ കഴുത്തിൽ മിന്നുകെട്ടാണെന്നാ ക്രിസ് പറഞ്ഞത്. അതുമാത്രല്ല, നാളെ ക്രിസ്സ കൈ പിടിച്ച് എസ്തറിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. വാവ്, എന്റെയും കല്യാണം നടന്നിരുന്നു. എന്നൊന്നും കൈ പിടിച്ചു തരാൻ ഇതുപോലെ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. എലിനെ, ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്ന ബോധത്തോടു കൂടെ തന്നെയല്ലേ പറയുന്നത്? ഞങ്ങളുടെ മമ്മ രജനിയുടെ കൈ പിടിച്ച് നടത്തുന്നതിന്റെ കൂടെ നിന്റെ കൈ കൂടെ പിടിക്കാമെന്ന് പറഞ്ഞപ്പോ നീയല്ലേ ചാടിത്തുള്ളി ഓക്കെ പറഞ്ഞത്? എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എന്റേതല്ലേ, ഞാൻ കൈ പിടിച്ച് നടത്തിയില്ലെന്ന്. ടേക്ക് ഇറ്റ് ഈസി മാൻ, ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കും മിസ്റ്റർ ഹസ്ബൻഡ്. ഉവ്വ ഉവ്വ. ജെയിന എവിടെ അന്ന? അവളും അലീഷയും ജയിന്റെ കൂടെ അപ്പുറത്തുണ്ട്. ആ, പറഞ്ഞു തീർന്നില്ലല്ലോ, ദേ വരുന്നു പപ്പയും മക്കളും. അവക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നീ പാല് കൊടുക്ക്. ആ, ഇങ്ങതാ. ഒക്കെ നോക്കി പഠിച്ചോ, താമസിയാതെ ആവശ്യം വരുമല്ലോ. രജനിക്ക് ഇപ്പൊ എത്രയായി? 4 കഴിഞ്ഞോ? അവക്ക് 4-ാം മാസം കഴിഞ്ഞ് 5 തുടങ്ങി. അപ്പോ ജൈനയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ച് തീരുമ്പോഴേക്ക് വെസ്റ്റ് ഗ്രൂപ്പിലേക്ക് അടുത്ത മെമ്പർ വരുമല്ലേ? എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി കുറച്ചു നേരം ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഗ്രൂമിന്റെ നല്ല റൊമാൻറ്റിക് സോങ്ങിന് ശേഷം ഇനി അടുത്തതായി സ്റ്റേജിൽ വരാൻ പോകുന്നത് ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും ഒരു ബ്യൂട്ടിഫുൾ ഡാൻസ് ആണ്. ലെറ്റ്സ് എൻജോയ്. Heartbeats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you, darling. Don't be afraid. I have loved you
സൂസനെ നോക്കിയേ, നമ്മുടെ മോള് എന്ത് സുന്ദരിയാ കാണാനെന്ന്. പിന്നെ സുന്ദരിയാവാതിരിക്കൂ? അവള് എന്നെ പോലെയല്ലേ ഇരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ, നമ്മൾ തമ്മിലുള്ള ബെറ്റില് നിങ്ങൾ ഒഫീഷ്യലായിട്ട് തോറ്റിട്ടുണ്ട്. ഏത് വിറ്റ്? ആഹാ, മറന്നോ? അന്ന് പറഞ്ഞു തോർക്കുന്നില്ലേ, എസ്സറിനെ അലനെ കൊണ്ട് കെട്ടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു എസ്സറിനെ ക്രിസിനെ കൊണ്ട് കെട്ടിക്കുവെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഞാനാ ജയിച്ചത്. ഓ, ഞാൻ തോൽവി സമ്മതിച്ചേ. ഇനി വാ, നമുക്ക് നമ്മുടെ മോള് കല്യാണം നോക്കാം. Dearly beloved, we are gathered here today in the sight of God and in the presence of friends and family to witness the union of Chris Dillon and Esther Mia Joseph in holy matrimony. This sacred bond is a beautiful expression of love and commitment, and I am honored to be part of this special moment. Chris Dillon and Esther Mia Joseph, please take a moment to express your love and commitment to each other. What are your promises to one another? I, Chris Dillon, take you, Esther Mia Joseph, as my lawfully wedded wife. From the moment I met you, I know that you were the one for me. Our childhood friendship has later turned into puppy love, which have grown with us and become what we have now. I know I have caused you a lot of pain because of my immature behavior, but you have changed me. From now on, I will heal all those wounds with my love. You are the only one I have loved, and you always will be. For all these years, I was waiting for this one moment. I promise that I won't let go of these hands from the moment onwards. Whatever life has planned for us, let's walk into it by hand in hand. I vow to be kind, patient, and understanding, to laugh with you, to cry with you, and build a life with you. I will love you for the eternity, my one and only love. I, Esther Mia Joseph, take you, Chris Dillon, as my lawfully wedded husband. You would think I am exaggerating if I tell you that I have dreamed about this moment. But yeah, it's a fact. Even if we love each other to death, yet we have been hurting each other. And I have missed you so badly. But I will make it up for hurting you, and I will take this as a chance to love you more, cherish you, and be with you for each passing day. I promise to stand by your side through all of life's adventures, to support your dreams, and to be your rock in times of need. I choose you today and every day to be my husband, my lover, and my forever love. Now, Chris Dillon and Esther Mia Joseph, you have come to this moment ready to seal your love with the exchange of rings. These rings are a symbol of your commitment, a reminder of the vows you have made, and a representation of the love that you share. You may exchange your rings.
I give you this ring as a sign of my love and faithfulness. I give you this ring as a sign of my love and faithfulness. By the power vested in me, I now pronounce you husband and wife. You may seal your union with a kiss and begin your new life together. അങ്ങനെ ശത്രുക്കളെയെല്ലാം തോൽപ്പിച്ച ശേഷം രാജകുമാരൻ തന്റെ പ്രണയിനിയെ വിവാഹം കഴിച്ച് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു. മതി ജയ് വായിച്ചത്. അലീഷ ഉറങ്ങി. ഓ തീർന്നേ, ബുക്ക് എടുത്തു വെക്കുക. അല്ല, ജെയിൻ ഉറങ്ങിയോ? ദേ ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. എങ്കി വാ കിടക്ക്. അങ്ങനെ ക്രിസിന്റെയും എസ്തറിന്റെയും കല്യാണവും കഴിഞ്ഞു. ഇനി എന്താല്ലേ ബാക്കിയുള്ളത്? ഇനി നമ്മുടെ അലീഷയെയും ജെയിനെയും പോലെ അവർക്കും കുഞ്ഞുങ്ങളുണ്ടാകും. ആദ്യം അലനും രജനിക്കും, അതിനു പിന്നാലെ മറ്റു 2 കപ്പിൾസിനും. ആ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കും. അതിന്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ വക ഒരു കോൺട്രിബ്യൂഷൻ കൂടെ കൊടുക്കാം. അയ്യടാ, സ്നേഹം കൊണ്ടല്ലേ? ഓവ, ഈയിടെയായിട്ട് സ്നേഹം വല്ലാതെ കൂടുന്നുണ്ട്. അത് ഞാൻ നേരത്തെ വാണിംഗ് തന്നതാണല്ലോ. ഇനി ഞാൻ സ്നേഹിച്ചു കൊല്ലുമെന്ന്. സ്നേഹിച്ചു കൊല്ലാനൊക്കെ ഇനിയും സമയമുണ്ട്. തൽക്കാലം ഇപ്പൊ ക്ഷീണം കാണാം, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അലൻ, എനിക്ക് പാനിപ്പൊടി തിന്നാൻ തോന്നുന്നു. ഈ നട്ടപ്പാതിരക്കോ? എനിക്കല്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ ഭാവിക്ക. ആ, അതിന്റെ പേരും പറഞ്ഞ് ഇത് ഇത്തിരി കൂടുന്നുണ്ട്. പൗട്ടണ്ട, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. അതിനെന്തിനാ അലൻ പോകുന്നത്? പിന്നെ പാനിപ്പൂരി വാങ്ങണ്ടേ? അലൻ പോണ്ട, എനിക്ക് കെട്ടിപ്പിടിക്കണോ? നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കേ. പാനിപ്പൂരി വേണോ എന്നെ വേണോ? അലനെ മതി. ആ, അങ്ങനെ വഴിക്കുക. റോയ്സേ, എന്താ? നിനക്ക് ആൺകുഞ്ഞിനെ വേണോ പെൺകുഞ്ഞിനെ വേണോ? എനിക്ക് ഏതായാലും കുഴപ്പമില്ല, ആരോഗ്യമുള്ള കുഞ്ഞായ മതി. അപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചാൽ മതിയല്ലേ? കുഞ്ഞും ഹെൽത്തി ആയിരിക്കില്ലേ? നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത്? അല്ല, അവിടെ ഇപ്പോ ക്രിസും മിസ്റ്ററും അവരുടെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങി കാണില്ലേ? അതിന് നമ്മളല്ല ആദ്യം കല്യാണം കഴിച്ചത്. അപ്പോ കൊച്ചിന്റെ കാര്യത്തിൽ അവർ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടോ? നീയല്ലേ അന്ന് പറഞ്ഞത് 1-2 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പറ്റി ആലോചിച്ചാൽ മതിയെന്ന്? എങ്കിലേ ഇപ്പൊ അതൊക്കെ മാറി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി തുടങ്ങിയേ പറ്റൂ. ഇങ്ങ് വാ മനുഷ്യ.
നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഞാൻ ഇതേ ആഗ്രഹത്തോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്, നിന്റെ കൂടെ ചിലവഴിക്കാൻ വേണ്ടി. മതി മതി, ഫ്ലേർട്ട് ചെയ്യാനേ ഒരു ലൈഫ് ലോങ് മൊത്തം കിടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കാൻ നോക്കിയേ. അല്ല, നമ്മൾ കിടന്നാൽ എങ്ങനെ ശരിയാകും? നമുക്ക് വേണ്ടിയല്ലേ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തോ നീ മറന്നോ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. നാണിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വാടി പെണ്ണേ.